നമ്മളിന്ന് ഒരു തൃശ്ശൂർ ഗുരുവായൂർ ഒരു തിയേറ്ററുണ്ട്, നമ്മുടെ ജയശ്രീ തിയേറ്റർ. ഈ ജയശ്രീ തിയേറ്റർ ശരിക്കും പറഞ്ഞതിന് മുമ്പ് ഈ 4K ഒന്നല്ല ആടുന്നത്, അതൊരു 2K ആടുന്നു. അന്ന് ഒരു ഒരു കൂതറ തിയേറ്ററാണ്. പണ്ട് കാലം തൊട്ട് ഗുരുവായൂരുള്ള ഒരു തിയേറ്റർ അത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തിയേറ്റർ അടച്ചു. പിന്നെ തിയേറ്റർ തുറന്നപ്പോൾ ഒരു മായാപ്രപഞ്ചമാണ് നമ്മൾ കണ്ടത്. ഇതെങ്ങനെ ഇവർ ഇത്രയും ഗംഭീരമാക്കി? അതിന് പിന്നിൽ അന്വേഷിച്ചപ്പോൾ ഇതിൽ ഒരുപാട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പൃഥ്വിരാജിന് ഷെയർ ഉണ്ടെന്ന് പറയണത്, അതുപോലെ തന്നെ സ്റ്റീഫന് ഷെയർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് പൃഥ്വിരാജും പൃഥ്വിരാജിൻ്റെ പ്രൊഡ്യൂസറും നമ്മുടെ എമ്പുരാൻ്റെ പ്രൊഡ്യൂസറും കൂടിയിട്ട് ഇത് ലീസിനെടുത്ത് നടത്തുകയെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിലുള്ള സത്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയുള്ളൂ, നമുക്കറിയില്ല. ആർക്കും അത് കൃത്യമായിട്ട് അതൊന്നും ക്ലിയർ അല്ല. എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പൃഥ്വിരാജിൻ്റെ തിയേറ്റർ ആണെന്നാണ്. ഈ ജയശ്രീ തിയേറ്ററിനെ ഈ നിലയ്ക്ക് ആക്കണമെങ്കിൽ കോടികൾ ഇറക്കണം. അതേപോലെ ഒരു കോഴിക്കോട് ആടുന്നത്, അതിന് ഇത്രയും മനോഹരമായിട്ടുള്ള തൃശ്ശൂരാഗത്തിനെ കടപിടിക്കാവുന്ന രീതിയിലുള്ള സൗണ്ട് സിസ്റ്റങ്ങളും അതുപോലെ തന്നെ അത്രയും ആൾക്കാർക്ക് സീറ്റിംഗ് കപ്പാസിറ്റിയും, അതും നല്ല അടിപൊളി സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്ക് അവിടെ സിനിമ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. നല്ല നല്ല സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അവിടെ. അതുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ വരുന്നവരാണെങ്കിലും നിങ്ങളൊന്ന് വന്നു കഴിഞ്ഞാൽ ജയശ്രീ തിയേറ്ററിൽ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അതിപ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു നടനാണ്, ബിസിനസ്മാനാണ്, പ്രൊഡ്യൂസറാണ്. നമുക്ക് ഒരു പറയേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമാ നടന്മാർ ഇപ്പോൾ സിനിമ എടുക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ, ഇപ്പോൾ എല്ലാ നടന്മാരും ഒരുവിധ നടന്മാരൊക്കെ സിനിമ എടുക്കുന്നുണ്ട്, അവരൊക്കെ സിനിമ എടുക്കാൻ ഇറങ്ങിയില്ലെങ്കിൽ നമുക്ക് നല്ല നല്ല സിനിമകൾ കാണാൻ യാതൊരു ചാൻസും ഇല്ലാണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രൊഡ്യൂസർമാർക്ക് നേരിട്ട് വന്നൊരു സിനിമ എടുത്ത് അതിനനുസരിച്ചുള്ള ഫൈനാൻസോ അത് പൊട്ടിയാൽ പിന്നെ അവർക്കൊരു സിനിമ എടുക്കാനോ വളരെ ബുദ്ധിമുട്ടാണ്. നടന്മാർ സിനിമയ്ക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവരെ റെക്കമെൻഡേഷൻ വേണ്ട, അവരെ പല കാര്യങ്ങൾക്ക് അവർക്ക് പൈസ കുറവുണ്ട്. അതുപോലെ തന്നെ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ നടന്മാരും സിനിമ പ്രൊഡ്യൂസ് ചെയ്യട്ടെ എന്നാണ് പറയണത്. കാരണം പൃഥ്വിരാജ് സമ്പാദിക്കുന്ന കാശിൻ്റെ ഒരു ഭാഗം മൂപ്പര് സിനിമയിലേക്ക് തന്നെയാണ് ഇറക്കുന്നത്. സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സിനിമ ബിസിനസ് എടുക്കുന്നത്, അതുപോലെ തന്നെ തമിഴ് സിനിമകൾ ഡിസ്ട്രിബ്യൂഷത്തിന് എടുക്കുന്നത്, അതുപോലെ തന്നെ തിയേറ്ററുകൾ ലീസിനെടുത്തായാലും സ്വന്തമായാലും വാങ്ങിക്കുന്നു. അപ്പോൾ ഒരു കിട്ടുന്ന പൈസ സിനിമയിൽ തന്നെ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കുറേ ആൾക്കാർക്ക് തൊഴിൽ കിട്ടണം, കുറേ ആൾക്ക് ജോലി കിട്ടണം. അതൊരു വലിയ കാര്യമില്ല ഇവർ ചെയ്യുന്നത്. അല്ലാണ്ട് ഇവർ കിട്ടുന്നത് മുഴുവൻ സമ്പാദിച്ച് സിനിമയിലല്ല വേറെ എവിടെയെങ്കിലും ബിസിനസ്സിലെല്ലാം കൊണ്ടിറക്കുന്നത്, അത് സിനിമയിൽ തന്നെ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൃഥ്വിരാജിനൊരു ഗുഡ് സല്യൂട്ട് കൊടുക്കണം. അതിലൊക്കെ സിനിമ തന്നെ എടുക്കണം. നമ്മുടെ മോഹൻലാൽ സിനിമ എടുക്കണം, മമ്മൂട്ടി സിനിമ എടുക്കണം, ടോവിനോ സിനിമ എടുക്കണം. ഇനി സിനിമ എടുക്കാത്തവർ ആരാളുള്ള, എല്ലാവരും സിനിമ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാശൊക്കെ ഇവർ സിനിമയിൽ തന്നെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ അവർക്കത് നഷ്ടമായാലും ലാഭമായാലും അവർ അങ്ങനെ വലിയൊരു മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. നമ്മളൊക്കെ സിനിമ കാണുന്ന അവർക്ക് ടാക്സൊക്കെ കൊടുത്ത് ബാക്കിയുള്ള പൈസ അവർ സിനിമയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെടുക്കുന്ന സിനിമകൾ ഗംഭീര സിനിമകളായിരിക്കും, നമുക്ക് കണ്ട് ധൈര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമകളായിരിക്കും അവർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സിനിമാ നടന്മാർ സിനിമ എടുത്തില്ലെങ്കിൽ സിനിമ ഇല്ലാണ്ടാവാമെന്നുള്ളൊരു കാലത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിളൊരു പ്രൊഡ്യൂസർമാർ വന്നിട്ട് സിനിമ എടുക്കാൻ അന്നത്തെ കാലത്ത് പറ്റില്ല. കാരണം എന്താണ്, 10 കോടി 20 കോടി 50 കോടി ഇങ്ങനെ ഒരു സിനിമയുടെ എക്സ്പെൻസ് തന്നെ ഒരാൾക്ക് മാത്രം പൊന്തിക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു 3 പ്രൊഡ്യൂസർമാരെ ചേർക്കണം. അപ്പോൾ ഫഹദ് ഫാസിൽ, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലൊട്ടയിലൊടുക്കുള്ള ആൾക്കാരൊക്കെ ഓരോ പ്രൊഡ്യൂസറായിട്ട് കയറും, 3 നടന്മാർ പ്രൊഡ്യൂസറായിട്ട് കയറും. അവരുടെ റെമോണ്ടേഷൻ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ദിലീപ് സ്വന്തമായിട്ട് പടം എടുത്ത് തുറന്നു. അതുപോലെ തന്നെ ദിലീപിന് ചാലക്കുടിയിൽ തിയേറ്ററുണ്ട്, അവന് പുട്ടുകടയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ അവർ സമൂഹത്തിലേക്ക് തന്നെയാണ് അതൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 ആളുകൾ ജോലി കിട്ടണം, അതൊരു നല്ല കാര്യമല്ലേ. 10 തൊഴിലാളികൾ അവരെ കീഴിൽ വർക്ക് ചെയ്യുന്നു. ആ 10 നാൾ 20ആയി 100ആയി 1000ആയി അങ്ങനെ വലിയ ബിസിനസ്സുകാർ പോകുമ്പോൾ അത് സാധാരണക്കാരൻ്റെ കയ്യിൽ തന്നെ ആ പൈസ വന്ന് പെടുന്നത്. അതൊക്കെ ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പൃഥ്വിരാജിൻ്റെ ഈ തിയേറ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നമ്മുടെ ഗുരുവായൂർ വരുമ്പോൾ നിങ്ങൾ ഈ ജയശ്രീ തിയേറ്ററിലൊന്ന് ഇതാക്കുക. ഞാൻ അവിടെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും അധികം ഒരു പോരായ്മ തോന്നിയത്, അതിന് നാളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറയണതാണ് ഞാൻ. ആ തിയേറ്ററിൻ്റെ ഗംഭീരമായിട്ട് അവർ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. പഴയ തിയേറ്റർ കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അതാണെന്നുള്ളത്. പക്ഷേ ആ പഴയ മതിലും ആ പഴയ ഗേറ്റും അതേപോലെ തന്നെയുണ്ട്. അതും കൂടി ഒന്ന് ഈ മാറ്റിയ പോലെ തന്നെ അതും കൂടി ഒന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഗംഭീരമായേനെ. ഇനിയും മാറ്റാവുന്നതാണല്ലോ, അത് മാറ്റിയിട്ടില്ല. ബാക്കിയെല്ലാം സൂപ്പറാണ്.
അപ്പോൾ പൃഥ്വിരാജിന് ഇരിക്കട്ടെ നമ്മുടെ ഒരു ഗുഡ് സല്യൂട്ട്.